അവസാനം ഭാര്യ സമ്മതിച്ചില്ലേ? എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയാ, ആദ്യം എതിർക്കും. നമ്മളൊരു ഉമ്മ ചോദിച്ചാൽ വരെ തരാൻ ഭയങ്കര മടിയായിരിക്കും അല്ലേ? ഏയ് ഞാനങ്ങനെ ഡിമാൻഡ് ഒന്നും കാണിച്ചില്ലല്ലോ. ഈ ഒരു കാര്യം ചെയ്യും, അഡ്വാൻസ് കൊണ്ടുവന്ന് 1 ലക്ഷം രൂപ എടുക്കണ്ട. ഇതിലെല്ലാം ശരിയാവുമായിരിക്കും അല്ലേ? ഇതങ്ങനെ വെറുതെ ശരിയാക്കുന്നല്ല. പ്രീ ഇംപ്ലാന്റേഷൻ സെക്ഷൽ ഡയഗ്നോസിസ് എന്നൊരു സംഭവമുണ്ട്. ഇതിന്റെ അർത്ഥം ആൺകുട്ടി വേണോ പെൺകുട്ടി വേണോ ഇരട്ടക്കുട്ടികൾ വേണോ എന്ത് വേണേ തീരുമാനിക്കാം. ഇതാകുമ്പോൾ ഒരു 5 ലക്ഷം വരും. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഒരു കുഴപ്പമില്ല. എത്രയും വേഗം ഒരു കുട്ടി വേണം, എന്നാലും ഈ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അത് ശരിയാണ്. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും കളിയാക്കൽ കേട്ട് മടുത്തു ഡോക്ടറെ. ഇനിയിപ്പോ അങ്ങ് പ്ലാന്റേഷൻ വേണ്ട. ഇങ്ങനെ കാര്യം ചെയ്യും, ഭാര്യനും കൂട്ടി അടുത്ത ആഴ്ച ഈ തരാനുള്ള ബാക്കി 2 ലക്ഷം രൂപ ആയിട്ട് കൊണ്ടുപോകാം. ബാക്കിയൊക്കെ ഞാൻ ശരിയായി തരാം. ശരി ഡോക്ടറെ, അടുത്ത ആഴ്ച. എന്താടാ പണി പാളി മുതലാളി. ആ അയ്യോ സെക്ഷൻ അടുത്ത് പോയിട്ട് IVF ചെയ്യാൻ പോകുന്നു. അവനിന് എന്തായാലും കുട്ടികളുണ്ടാവും. വെല്ലു വിളിച്ച പോലെ 10 മാസം കഴിയുമ്പോഴേ അവൻ കുട്ടിയായിട്ട് മുതലാളിയെ കാണാൻ വരും, ഉറപ്പായിട്ടും. എങ്കിൽ എന്ത് വില കൊടുത്ത് തടയണം? രാരിരം പാടുന്നു രാക്കിളികൾ, താളത്തിലാടുന്നു തളിർലതകൾ. രാരീരോ രാരാരോ രാരീരോ രാരാരോ. ഈ പാട്ട് പാടാതെ വെറുതെ ആട്ടിയപ്പോരെ? ഏയ് പാട്ടില്ലെങ്കിൽ ആട്ടത്തിന്റെ ഫ്ലോ പോവും. രാരിരം പാടുന്നു രാക്കിളികൾ, താളത്തിൽ. ഓ എന്താ പപ്പ പതിവില്ലാതെ ഊഞ്ഞാലാട്ടും ഒക്കെ? രണ്ടുപേരും ഭയങ്കര റൊമാൻറ്റിക് മൂഡിലാണെന്ന് തോന്നുന്നു. ഇവൾക്കൊരാഗ്രഹം ഒന്ന് ഊഞ്ഞാലാണ്, പിന്നെ ഒന്നും നോക്കിയില്ല, അപ്പൊ തന്നെ ഒരു ഊഞ്ഞാലം കിട്ടി. ഗർഭിണിയായ ഭാര്യയുടെ ആഗ്രഹം ഭർത്താവാണല്ലോ സാധിച്ചു കൊടുക്കേണ്ടത്, അല്ലേ എന്നമ്മേ? ഏതായാലും നിങ്ങൾ ഇന്ന് വന്നു നന്നായി. നിന്നെ കൊണ്ടൊരു കാര്യമുണ്ട്. എന്ത് കാര്യം? എടാ, നമ്മുടെ പള്ളിയുടെ പുറകിലുള്ള ആ പ്രോപ്പർട്ടി ഇല്ലേ, അതിന്റെ പേരിലുള്ള കേസിന്റെ ഫൈനൽ ഹിയറിംഗ് ആണ് നാളെ. എനിക്ക് കോടതി പോയേ പറ്റൂ, അല്ലെങ്കിൽ ആ സ്ഥലം കൈവിട്ടു പോകും. അതുകൊണ്ട് നീ രാവിലെ അമ്മയെ കൊണ്ടൊന്ന് ചെക്കപ്പിന് പോകണം. എനിക്കൊന്നും വയ്യ, അപ്പം തന്നെ കൊണ്ടുപോയാൽ മതി. എടാ, എനിക്ക് ഒഴിവാകാൻ പറ്റാത്ത കാര്യമായതുകൊണ്ടാ. നിന്റെ അമ്മയല്ലേ, നിനക്ക് കൊണ്ടുപോയാൽ എന്താ പ്രശ്നം? നാണക്കേടാണപ്പാ, അത് എന്നെ പ്രശ്നം. കാണുന്നവരുടെ കളിയാക്കൽ മൊത്തം സഹിക്കണം. പിന്നെ ആ പരട്ട ഗവൺമെന്റ് ഹോസ്പിറ്റലല്ലേ, അവിടെ പോയാൽ ഇല്ലാത്ത രോഗങ്ങൾ എപ്പോ വന്നെന്ന് ചോദിച്ചാൽ മതി. വൃത്തി എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല. ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്താണ് കുഴപ്പം? അവിടെയാണ് ഏറ്റവും നല്ല ഡോക്ടർമാരുള്ളത്. അപ്പം വെറുതെ പിശുക്കന്മാരുടെ മുടന്ന ഞാൻ എന്റെ അടുത്ത് പറയല്ലേ. എന്ത് ന്യായം? നിനക്ക് പോകാൻ പറ്റത്തില്ലേ, അത് പറഞ്ഞാൽ മതി. വേറെ കാര്യമൊന്നും പറയേണ്ട ആവശ്യമില്ല. പറ്റില്ല. അച്ഛായ എന്താ ഇത്? വെറുതെ എന്തിനാ അവനെ നിർബന്ധിക്കുന്നേ? ഞാൻ പിങ്കിയെ വിളിച്ചോണ്ട് പൊയ്ക്കോളാം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പൊയ്ക്കോളാം. നമ്മൾ കാരണം എന്തിനാ വെറുതെ മക്കൾക്ക് നാണക്കേടുണ്ടാവുന്നത്? നിങ്ങൾ എന്തേലും ചെയ്യും. സംസാരിച്ചത് വളരെ മോശമായി പോയി. എന്ത് മോശം? ഈ വയസ്സാം കാലത്ത് ഓരോന്ന് ചെയ്തു വെക്കുമ്പോ അവരും ഓർക്കണമായിരുന്നു. നീ ഭയങ്കര ചീപ്പായിട്ടാണ് സംസാരിക്കുന്നത്. എന്തായാലും സ്വന്തം അമ്മയല്ലേ. നീ പറഞ്ഞത് അമ്മയ്ക്ക് നല്ലോണം വിഷമായിട്ടുണ്ടാവും. ഈ അവസ്ഥയില് പാവത്തിനെ അങ്ങനെ സങ്കടപ്പെടുത്തണ്ടായിരുന്നു. തന്റെ കല്യാണം കഴിഞ്ഞല്ലോ അല്ലേ? ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. തന്റെ കറക്റ്റ് ടൈം ആട്ടോ. എന്തേ? കുട്ടികളൊക്കെ ഉണ്ടാവണമെങ്കിൽ ഈ പ്രായത്തിൽ ഉണ്ടാവണം. ഞാനൊക്കെ ശരിക്കും ലേറ്റ് ആയിടും. ശരിക്കും ഭാഗ്യവാൻ. അല്ലടാ, ഡോക്ടർക്ക് നിന്നെ ഒന്ന് കാണണമെന്ന്. എന്നെ? നിന്നോട് പേഴ്സണലായിട്ട് എന്തോ പറയാനാ. എന്റെ അടുത്ത് എന്ത് പറയാം? എന്ന് ചോദിക്ക്. ഇതാരാ? എന്റെ മോന. ഡോക്ടർ എന്താ ഡോക്ടർ, അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അമ്മക്ക് പ്രശ്നമൊന്നുമില്ല. തൻ്റെ ഒരു പ്രശ്നത്തെ പറ്റി അമ്മ എന്നോട് പറഞ്ഞു. അതേക്കുറിച്ച് ചോദിക്കാനാ തന്നെ വിളിപ്പിച്ചത്. അത് പിന്നെ അതിപ്പം വലിയ പ്രശ്നമൊന്നുമല്ല. അതൊക്കെ ഞാൻ പരിഹരിച്ചു. എങ്ങനെ? അത് ഈ IVF ട്രീറ്റ്മെന്റ് അത് ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ്.
ഈടോ തന്റെ കല്യാണം ഈ അടുത്തിടയിലെ കഴിഞ്ഞുള്ളൂ. അതെ. അപ്പൊ കല്യാണം കഴിഞ്ഞ് കുറച്ചു നാളുകൾക്കുള്ളിൽ തന്നെ താൻ IVF പോലുള്ള ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള തീരുമാനമെടുത്തു. അല്ല ഡോക്ടർ, അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഡോക്ടറെ. എന്ത് പ്രശ്നങ്ങൾ? തനിക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ പറയാം, അതിനാണല്ലോ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. എടോ, തന്റെ ആ ഡോക്ടർ എന്താണ് അയാളുടെ പേര് പറഞ്ഞത്? സക്സേന. സക്സേന കറക്റ്റ് പേരാ. ഈ സക്സേന തന്നെ വിദഗ്ധമായിട്ട് പറ്റിച്ചതാണ്. ഇൻട്രോ കവർ നോസൽ ടെസ്റ്റ്, നൊക്ടേണൽ ടെസ്റ്റ്, ഇമ്പോർട്ടൻസ് കൺഫേം ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും ടെസ്റ്റ് തന്നെ കൊണ്ട് അയാൾ ചെയ്യിച്ചിട്ടുണ്ടോ? ഇല്ല. അറ്റ്ലീസ്റ്റ് തന്നെയും വൈഫിനെ ഇരുത്തിക്കൊണ്ട് ഒരു കൗൺസിലിംഗ് എങ്കിലും അയാൾ തന്നിട്ടുണ്ടോ? ഇതൊന്നും ചെയ്തു നോക്കാതെയാണോ താൻ IVF ചെയ്യാൻ പോകുന്നത്? എടോ, അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് കാലമായിട്ട് കുട്ടികൾ ഉണ്ടായില്ലെങ്കിൽ അവസാനം ആർഗോട്ട് ചെയ്യേണ്ട ട്രീറ്റ്മെന്റ് ആണ്. അല്ലാതെ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഓടിപ്പോയി ചെയ്യേണ്ട ട്രീറ്റ്മെന്റ് അല്ല. അത് ഞാൻ അമ്മ പ്രഗ്നന്റ് ആയതിന്റെ നാണക്കേട് ഓർത്തിട്ട് അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു പോയതാ ഡോക്ടർ. ഈ നാണക്കേടാണ് പലരും ചൂഷണം ചെയ്യുന്നത്. തന്നെ മാത്രം പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഇവിടുത്തെ ഗവൺമെന്റിനെ പറഞ്ഞാൽ മതി. ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള പത്രത്തിൽ കണ്ടിട്ടില്ലേ? തടി കുറക്കാം, ഉയരം കൂട്ടാം, കഷണ്ടി മാറ്റാം, ലെങ്ത് കൂട്ടാം, ഇറക്ഷൻ പ്രശ്നങ്ങൾ മാറ്റാം, അങ്ങനെ എന്തെല്ലാം പരസ്യങ്ങൾ വരുന്നു. ഇതൊക്കെ കഴിച്ച് വല്ലവരുടെ പ്രശ്നങ്ങൾ മാറിയിട്ടുള്ളതായി താൻ കേട്ടിട്ടുണ്ടോ? ഇല്ല. എല്ലാം തട്ടിപ്പാടോ. നാണക്കേട് കൊണ്ട് ആരും പുറത്ത് പറയാത്തതാണ്. ഇത് തന്നെയാണ് മരുന്ന് കമ്പനിക്കാരും പല പ്രൈവറ്റ് ഹോസ്പിറ്റലുകാരും ചെയ്യുന്നത്. കിടപ്പറയിൽ വരെ ഒളി ക്യാമറ വെച്ച് സത്യം പുറത്തു കൊണ്ടുവരുന്ന ചാനലുകാരും പത്രക്കാരും ഇതിന് പിന്നിലെ സത്യം പുറത്തു കൊണ്ടുവരില്ല. കാരണം ഇത്തരം സാധനങ്ങളുടെ പരസ്യത്തിലൂടെ അവർക്കും നല്ലൊരു വരുമാനം കിട്ടുന്നുണ്ട്. വല്ല ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കാണിച്ചിരുന്നെങ്കിൽ ചിലപ്പോ 5 രൂപയുടെ ഒരു OP ടിക്കറ്റ് തീരേണ്ട പ്രശ്നത്തിനാണ് താൻ 1-2 ലക്ഷം രൂപ മുടക്കാൻ തീരുമാനിച്ചത്. പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ എഴുതി തന്ന അത് വെറുതെയെങ്കിലും ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടറെ അടുത്ത് റെഫർ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് ആവശ്യത്തിനോ അനാവശ്യത്തിനോ എന്നറിയാൻ പറ്റും. കാരണം ഞങ്ങൾക്ക് കമ്മീഷനില്ലേ. അപ്പൊ ഞാനിനി എന്താ ഡോക്ടറെ ചെയ്യേണ്ടത്? താനൊരു കാര്യം ചെയ്യും, വൈഫിനെയും കൂട്ടി ഒരു ദിവസം ഇങ്ങോട്ടൊന്ന് ഇറങ്ങും. പേടിക്കണ്ടോ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. വരുമ്പോ ഈ ടെസ്റ്റ് ഒക്കെ ചെയ്ത് റിസൾട്ട് ആയിട്ട് പോവാം. ശരി ഡോക്ടർ. ഓക്കെ. അത് അമ്മേ, എന്താ മോനെ? അമ്മ എന്റെ കാര്യം ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ വലിയൊരു അബദ്ധത്തിൽ ചെന്ന് ചാടിയനെ. സത്യം പറഞ്ഞ അമ്മ പേടിച്ചിരിക്കുകയായിരുന്നടാ. നിന്റെ പ്രശ്നം നിന്നോട് ചോദിക്കാതെ ഡോക്ടറോട് പറഞ്ഞല്ലോ എന്ന് ഓർത്ത്. അയാൾ വലിയ ഡോക്ടറാ, അതുകൊണ്ട് അയാളോട് തന്നെ പറഞ്ഞേ. സോറി അമ്മേ, ഞാൻ ഇന്നലെ ദേഷ്യത്തിൽ എന്തൊക്കെയോ പറഞ്ഞു. അയ്യോ, അത് കളമക്കളെ, ഞങ്ങളൊന്നും കാര്യമാക്കിയിട്ടേ ഇല്ല. മക്കളാവുമ്പോൾ അച്ഛനമ്മമാരോട് ദേഷ്യപ്പെടും, അവരും തിരിച്ചെന്തെങ്കിലുമൊക്കെ പറയും. ഇതെല്ലാ കുടുംബത്തിലും ഉള്ളതാ. ഇന്നലെ നീ അങ്ങനെയൊക്കെ പറഞ്ഞപ്പം അമ്മയ്ക്ക് കുറച്ച് വിഷമം ഉണ്ടായി. ഇപ്പം അത് മാറി, സന്തോഷമായി. ഇത്രയേ ഉള്ളൂ. സ്നേഹമുള്ളിടത്തെ കലഹം ഉണ്ടാവുന്നുണ്ടായി. എല്ലാം ശരിയാവും.